വിഷ്ണു അരവിന്ദ് സംവിധാനം ചെയ്ത മധുവിധു എന്ന സിനിമയുടെ റിവ്യൂ ആണിന്ന്. ഹലോ സിനിമാ പ്രേമികളെ, വെൽക്കം ടു VIP സിനി ലോഗ്. ഷൈലോക്ക് എന്ന സിനിമ എഴുതിയ ബിപിൻ മോഹനും മധുര മനോഹര മോഹം, പെറ്റ് ഡിറ്റക്റ്റീവ് എന്നീ സിനിമയുടെ റൈറ്ററായ ജയവിഷ്ണുവും ചേർന്ന് എഴുതി നവാഗതനായ വിഷ്ണു അരവിന്ദ് സംവിധാനം ചെയ്ത സിനിമയാണ് മധുവിധു. ഷറഫുദ്ദീൻ, കല്യാണി പണിക്കർ, ജഗദീഷ്, സായി കുമാർ, അസീസ് നെടുമങ്ങാട്, അങ്ങനെ കുറെ പേർ ഈ സിനിമയിലുണ്ട്. സിനിമയെപ്പറ്റി ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഒരു വട്ടം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഫാമിലി സിനിമ. ഭയങ്കര തമാശകളൊന്നുമില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ചിരിക്കാൻ പറ്റുന്ന ഒരു ലൈറ്റ് ഹാർട്ടഡ് മൂവി. ഈ സിനിമയിലെ ഏറ്റവും വലിയ പോസിറ്റീവായി എനിക്ക് തോന്നിയത് കല്യാണി പണിക്കരുടെ അഭിനയമാണ്. ആദ്യ സിനിമയാണെങ്കിലും വളരെ ഈസിയായി ആ ക്യാരക്ടർ ഒട്ടും ഓവറാക്കാതെ ചെയ്യാൻ കല്യാണിക്ക് പറ്റി. ഡയലോഗ് ഡെലിവറിയും എക്സ്പ്രഷൻസും ഒക്കെ നന്നായിരുന്നു. അഭിനയത്തിൽ കല്യാണിക്ക് നല്ലൊരു ഭാവിയുണ്ട്. പിന്നെ പറയാനുള്ളത് ബാക്കി ഇതിൽ അഭിനയിച്ചവരെ പറ്റിയാണ്. ഷറഫുദ്ദീൻ പുള്ളിയുടെ കംഫർട്ട് സോണിൽ വന്നതുകൊണ്ട് പ്രത്യേകിച്ച് അഭിനയിച്ച് ഫലിപ്പിക്കാനൊന്നും ഉണ്ടായില്ല. അസീസ് നെടുമങ്ങാട്, ജഗദീഷ് എന്നിവരും ത്രൂ ഔട്ട് ഈ സിനിമയിലുണ്ട് ആൻഡ് അവർ നന്നായി ചെയ്തിട്ടുമുണ്ട്. അതുപോലെ ഇവരുടെ കൂട്ടുകാരനായി വന്ന ഒരു ചേട്ടനുണ്ട്, ആ പുള്ളിയും വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. ഷറഫുദ്ദീന്റെ അനിയനായി വന്ന ആളും കുഴപ്പമില്ലാതെ ചെയ്തു. ഇനി സായി കുമാറിനെ പറ്റി പറയുകയാണെങ്കിൽ സായി കുമാറിന് കൂടുതൽ സീൻസ് ഒന്നുമില്ലെങ്കിലും ഉള്ള സീനിൽ തൻ്റെതായ സ്റ്റൈലിൽ അദ്ദേഹം ഗംഭീരമായി ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഹിഷാം അബ്ദുൽ വഹാബാണ്. പാട്ടുകളൊക്കെ അത്യാവശ്യം നല്ലതായിരുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആ പടത്തിന് വേണ്ട രീതിയിൽ ഹിഷാം ചെയ്തിട്ടുണ്ട്. സിനിമയുടെ കഥയിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. നിങ്ങൾ ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശ രൂപം മനസ്സിലായി കാണും. ഈ സിനിമയിൽ ഇന്റർവെല്ലിന് തൊട്ട് മുമ്പേ ഒരു സീൻ ഉണ്ടായിരുന്നു. അത് അത്യാവശ്യം നല്ലൊരു സീനായിരുന്നു. അത് എന്താണെന്ന് പറഞ്ഞാൽ രസം പോകുന്നതുകൊണ്ട് നിങ്ങൾ തിയേറ്ററിൽ നിന്ന് തന്നെ അത് അറിയുക. ഇനി ഈ സിനിമയിലെ VIP എലമെന്റിലേക്ക്. കല്യാണി പണിക്കർ, ജഗദീഷ്, അസീസ് നെടുമങ്ങാട് ഇവരുടെ പെർഫോമൻസ് ആണ് എൻ്റെ അഭിപ്രായത്തിൽ ഈ സിനിമയിലെ VIP എലമെന്റ് അല്ലെങ്കിൽ VIP ഫാക്ടർ. നേരത്തെ പറഞ്ഞതുപോലെ കല്യാണി പുതുമുഖമായിരുന്നിട്ട് കൂടി വളരെ ഈസിയായി പെർഫോം ചെയ്തു. ഇതിലെ ക്യാരക്ടർ കല്യാണിയിൽ ഭദ്രമായിരുന്നു. മൈന്യൂട്ട് എക്സ്പ്രഷൻസും ഈസി അഭിനയവും കാരണം ഇനിയും മികച്ച കഥാപാത്രങ്ങൾ തേടിവരും എന്ന് ഉറപ്പാണ്. അതുപോലെ അസീസ് നെടുമങ്ങാട് തനിക്ക് കിട്ടിയ മുഴുനീള കഥാപാത്രം ഭംഗിയായി തന്നെ ചെയ്തു. ജഗദീഷിന്റെ അഭിനയം പിന്നെ പറയണ്ടല്ലോ, ഏത് വേഷം കിട്ടിയാലും മികച്ചതാക്കാൻ ജഗദീഷിനറിയാം. ഒരു ആവറേജ് സിനിമയെ എബോ ആവറേജ് ആക്കാൻ ഇവർ 3 പേരുടെയും പെർഫോമൻസിന് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് മധുവിധു എന്ന സിനിമയെ പറ്റി പറയാനുള്ളത്. ഭയങ്കര അടിപൊളി പടം എന്നൊന്നും പറയാനില്ലെങ്കിലും ഫാമിലി ആയിട്ട് ബോറടിക്കാതെ ഇടയ്ക്കൊക്കെ ചിരിച്ചുകൊണ്ട് കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമയാണ് മധുവിധു. ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. സിനിമ ഓരോരുത്തർക്കും ഓരോ അനുഭവമായിരിക്കും തരുന്നത്. ഈ സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു റിവ്യൂ വീഡിയോയുമായിട്ട് പിന്നീട് വരാം. വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം.